ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് റിവ്യൂ. സത്യാമ്മ ശാലിനിയോട് ചോദിക്കുന്നു, സത്യയുടെ അച്ഛൻ ആരാണെന്ന് നിന്നോട് ഞങ്ങൾ പല ആവർത്തി ചോദിച്ചിട്ടും നിന്നിൽ നിന്ന് വ്യക്തമായ ഒരു ഉത്തരം കിട്ടിയില്ല. അത് മാത്രമല്ല, ഞങ്ങളിൽ നിന്നല്ല നീ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. നിനക്കിപ്പോഴാണെങ്കിൽ ഒരു ജീവിതമായി. ജീവിതം ഇല്ലാതായത് എൻ്റെ മകനല്ലേ? വിഷ്ണു ഇതൊക്കെ കേട്ടിട്ടൊരു അനങ്ങാപ്പാറ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് ശാലിനി, ഞാൻ പറയുക, ഇരു കൂട്ടർക്ക് ദോഷമല്ലാത്ത ഒരു കാര്യം ദാണ്ട് ആ വക്കീൽ പറയും. അതനുസരിച്ച് വർഷങ്ങളോളം നിങ്ങളുടെ ഈ അങ്ങും ഇങ്ങും എത്താത്ത ഈ ജീവിതത്തിന് ഒരവസാനം അങ്ങ് ഉണ്ടാക്ക്. ഇനി ഒരു ചർച്ച ഇതിൻ്റെ പേരിൽ ഉണ്ടാകാത്ത തരത്തിൽ എല്ലാം പറഞ്ഞ് ഇന്നത്തോടെ തന്നെ ഇവിടെ തന്നെ അവസാനിപ്പിക്കണം. ശാലിനി വിഷ്ണുവിനെ നോക്കുന്നു. വിഷ്ണുവിൻ്റെ മുഖത്ത് യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഇങ്ങനെ വിഷ്ണു കടിപ്പിച്ച് നിൽക്കുകയാണ്. വക്കീലുടനെ ശാലിനിയോട് പറയുവാണ്, മേഡം, ഇവർ പറയുന്നത് മേഡത്തിന് വേറൊരു ജീവിതമായി, അതുപോലെ വിഷ്ണുവിനും മറ്റൊരു ജീവിതം വേണം. അതുകൊണ്ട് രണ്ടു പേർക്കും സമ്മതമാണെന്നുള്ള രീതിയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഡിവോഴ്സിന് നമുക്ക് ശ്രമിക്കാം. രണ്ടുപേരും ഒപ്പിട്ടാൽ ഒരൊറ്റ മാസം കൊണ്ട് തന്നെ ഡിവോഴ്സ് കിട്ടും. വിഷ്ണുവിനൊരു പരവേശമൊക്കെ തോന്നുന്നുണ്ട്, നെഞ്ചു തടയുകയൊക്കെ ചെയ്യുന്നു. ശാലിനി ഇനി എന്താ പറയാൻ പോകുന്നെന്ന് വിചാരിച്ചിട്ടായിരിക്കും. വക്കീൽ ഡിവോഴ്സിനുള്ള പേപ്പർ ശാലിനിയുടെ നേരെ നീട്ടുമ്പോൾ ശാലിനി വിഷ്ണുവിനെ നോക്കുന്നുണ്ട്. അപ്പോൾ സത്യാമ്മ പറയുന്നു, ശാലിനി അത് വാങ്ങി ഒപ്പിട്. ശാലിനി ആ പേപ്പർ വാങ്ങുമ്പോൾ സത്യാമ്മയുടെ മുഖത്തൊരു പുഞ്ചിരി കാണണം. ശാലിനി ആ പേപ്പർ വാങ്ങി നോക്കിയിട്ട്, ഇതിൽ വിഷ്ണുവേട്ടൻ ഒപ്പിട്ടിട്ടില്ലല്ലോ, അത് ഞാൻ അവനെ കൊണ്ട് ഒപ്പിടിച്ചോളാം, ആദ്യം നീ ഒപ്പിട്. ശാലിനി വിഷ്ണുവിനെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പറയുന്നു, വിഷ്ണുവേട്ടനൊരു ജീവിതം കിട്ടുന്ന കാര്യമല്ലേ, ഞാനായിട്ട് എന്തിനാ അതിന് എതിര് നിൽക്കുന്നത്? എനിക്കും ഒരു ജീവിതം കിട്ടിയെന്നുള്ള സന്തോഷത്തോടെയാണല്ലോ വിഷ്ണുവേട്ടൻ നിൽക്കുന്നത്. നീ ഒപ്പിടി ശാലിനി, എന്നിട്ട് മതി ബാക്കിയൊക്കെ സംസാരം. ശാലിനി ആ ഡിവോഴ്സ് പേപ്പർ ഇങ്ങോട്ട് വാങ്ങി നോക്കിയിട്ട് വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് ആ പേപ്പർ അങ്ങോട്ട് കുഞ്ഞാട്ടങ്ങ് കീറി നുറുക്കുവാണ്. ഇത് കണ്ടിട്ട് സത്യാമ്മയ്ക്ക് അങ്ങ് ആകെ ദേഷ്യം വരുവാണ്. വിഷ്ണുവിനാണെങ്കിൽ എന്തോ ഒരാശ്വാസം പോലെ തോന്നുന്നു. ശാലിനിയുള്ള തെറ്റിദ്ധാരണയാണല്ലോ വിഷ്ണുവിന്. ശാലിനിയെ വെറുക്കാൻ വിഷ്ണുവിന് കഴിയുന്നതുമില്ല. സത്യാമ്മ ശാലിനിയെ, ശാലിനി നീ എന്തായി കാണിച്ചത്? അത് സത്യാമ്മേ, ഇതൊരു അമ്പലമുറ്റം ആയതുകൊണ്ടേ ഈ പേപ്പറൂടെ പരത്തി ഞാൻ അശുദ്ധമാക്കുന്നില്ല. ഞാൻ ഒരു ഡിവോഴ്സ് പേപ്പറിലും ഒപ്പിടില്ല. വിഷ്ണുവേട്ടനെ ആർക്കും വിട്ടുകൊടുക്കത്തുമില്ല. പിന്നെ സത്യയുടെ അച്ഛനായിട്ട് സ്കൂളിൽ വന്നത് ആരാണെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? അറിയാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ നാടകമൊക്കെ നടത്തുന്നത്? എങ്കിൽ ഞാൻ പറയാം, സത്യയുടെ അച്ഛനായിട്ട് വന്നത് ആരാണെന്നെല്ലാം തെളിവ് സഹിതം ഞാനിപ്പോൾ ഇവിടെ പറയാം. അവരെല്ലാവരും ആ ക്ഷേത്രത്തിൽ നിന്നിങ്ങനെ സംസാരിക്കുന്നതും ഡിവോഴ്സ് പേപ്പർ കൊടുക്കുന്നതും ശാലിനി വലിച്ചു കീറുന്നതും ഇതെല്ലാം സുസ്മിത അവിടെ മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. ശാലിനി പറയുന്നുണ്ട്, ഞാനിതിൻ്റെ തെളിവ് ഇപ്പം നിങ്ങളെ കൊണ്ടുവന്ന് കാണിക്കാമെന്ന്. അത് കേട്ടിട്ട് പെട്ടെന്ന് സുസ്മിത ശാലിനിയുടെ കാറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. എന്ത് തെളിവാണ് ശാലിനി അവരുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത്? അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ അത് നശിപ്പിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നും പറഞ്ഞ് സുസ്മിത ആ കാറ് തുറന്ന് നോക്കുമ്പോൾ ശാലിനിയുടെ ഒരു ബാഗ് അവിടെ ഇരിപ്പുണ്ട്. ആ ബാഗിനകത്ത് ശാലിനി ആൺവേഷം കെട്ടിയ കോട്ടും സൂട്ടും വിഗും താടിയും മീശയും ഒക്കെ അതിലിരിക്കുവാണ്. ആഹാ, അപ്പം ഇത് വെച്ചോണ്ടാണ് അവൾ ഇത്രയും നാൾ അഭിനയിച്ചത്. ഞാൻ കാണിച്ചു തരാം അവിടെ നിൻ്റെ തെളിവ് ഇന്ന് തന്നെ എന്നും പറഞ്ഞ സുസ്മിത ആ തെളിവ് അങ്ങ് നശിപ്പിക്കുവാണ്. ശാലിനി അങ്ങനെ സത്യാമ്മയുടെയും വിഷ്ണുവിനോട് ഇപ്പം തെളിവ് കൊണ്ടുവരാമെന്നും പറഞ്ഞ് എളുപ്പം വന്ന് കാറ് തുറന്ന് നോക്കുമ്പോൾ ശാലിനി കൊണ്ടുവന്ന ആ ബാഗ് അവിടെ ഇല്ല. ശാലിനി ആകെ അമ്പരപ്പോടെ സങ്കടത്തോടെ കാറിനകം എല്ലാം പരിശോധിക്കുവാണ്. എന്നിട്ട് ഡ്രൈവർ രാമേട്ടനോട് ചോദിക്കുന്നു, രാമേട്ട ഇതിലിരുന്ന ബാഗ് കണ്ടോ? അയ്യോ ഇല്ല കുഞ്ഞെ, ഞാൻ കണ്ടില്ല. സുസ്മിത വന്ന് കാറ് തുറന്ന് ആ ബാഗ് എടുക്കുന്ന സമയത്ത് ഡ്രൈവർ ആർക്കോ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് ഡ്രൈവർ കണ്ടതുമില്ല സുസ്മിത വന്ന് കാറിൽ നിന്ന് ബാഗ് എടുത്തത്. ശാലിനി ആകെ ചങ്ക് പൊട്ടി സങ്കടത്തോടെ നിൽക്കുവാണ്. ദൈവമേ, ഇന്നത്തോടെ തെറ്റിദ്ധാരണകളെല്ലാം സത്യാമ്മയും വിഷ്ണുവേട്ടനെയും പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ എന്ന് വിശ്വസിച്ചാണ് അവൾ ആ തെളിവുകളെല്ലാം അവിടെ കൊണ്ടുവന്നത്. ഇനി എന്ത് പറഞ്ഞ് അവരെ ഞാൻ വിശ്വസിപ്പിക്കും എന്നിങ്ങനെ സങ്കടത്തോടെ തലകുനിഞ്ഞ് ശാലിനി വിഷ്ണുവിൻ്റെയും സത്യാമ്മയുടെയും അടുത്തോട്ട് ചെല്ലുകയാണ്. ശാലിനി ഇങ്ങനെ സങ്കടത്തോടെ വരുന്ന കണ്ട് സത്യാമ്മ ചോദിക്കുന്നത്, എവിടാടി നീ തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞു പോയിട്ട്? ഇനി പുതിയ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞുകൊണ്ട് വരുമായിരിക്കും. അത് സത്യാമ്മേ, ഞാൻ പറയുന്നത് സത്യമാണ്. സത്യയുടെ അച്ഛനായിട്ട് സ്കൂളിൽ വന്നതും റെസ്റ്റോറൻറ്റിൽ അച്ഛനായിട്ട് പോയതും ഒക്കെ ഞാൻ തന്നെയാണ്. ഞാൻ ആൺവേഷം കെട്ടി സത്യയോടൊപ്പം പോയതാണ്. സത്യയുടെ മാനസികാവസ്ഥ അത്രയ്ക്ക് മോശമായതുകൊണ്ട് അവൾക്ക് അച്ഛനെ കാണണമെന്നുള്ള പിടിവാശി ആയതുകൊണ്ടും വേറെ ഒരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അവളുടെ അച്ഛനായിട്ട് വേഷം കെട്ടി പോയതാണ്.
അതിനുള്ള തെളിവുകളെല്ലാം ഞാൻ കാറിൽ കൊണ്ടുവന്നതാണ്. ആ തെളിവ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എടുക്കാൻ പോയത്. അതാരോ ആ തെളിവ് അവിടുന്ന് എടുത്ത് നശിപ്പിച്ച്. അയ്യോ സത്യമേ, ഞാൻ പറയുന്നത് സത്യമാണ്. അന്ന് റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ വരുന്നെന്നറിഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോയി വേഷം മാറി സാരി ഉടുത്തുകൊണ്ട് നിങ്ങളുടെ അടുത്തോട്ട് വന്നതായിരുന്നു. അത് ഞാനായിരുന്നു റെസ്റ്റോറൻറ്റിൽ പോയതും. എന്നെ ഒന്ന് വിശ്വസിക്കുക സത്യമേ. ഇത്രയും നേരം ഇതൊക്കെ കേട്ടും കണ്ടും നിന്ന വിഷ്ണുവാണെങ്കിൽ ഇന്ന് വരെ ശാലിനി കണ്ടിട്ടില്ലാത്ത ഒരു രൗദ്രഭാവത്തിൽ അലറുവാണ്. നിർത്തടി നിന്റെ കള്ളത്തരം. ഞങ്ങളും തിന്നുന്നത് ചോറ് തന്നെയാ. ശാലിനി, നിനക്കെങ്ങനെ തോന്നുന്നടി ഇങ്ങനെ ഞങ്ങളെ പറഞ്ഞ് വഞ്ചിക്കാൻ? സത്യയുടെ അച്ഛൻ ആരാന്ന് ചോദിച്ചപ്പോൾ ഇപ്പം തെളിവും തരാമെന്ന് പറഞ്ഞ് പോയിട്ട് വന്നിട്ട് പറയുന്ന തെളിവ് ആരോ നശിപ്പിച്ചെന്ന്. എന്തിനാടി ഇങ്ങനെ കള്ളത്തരം പറഞ്ഞത്? എത്ര നാൾ നീ ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് ഞങ്ങളിൽ നിന്നും മറച്ചു പിടിക്കും? വിഷ്ണുവേട്ട, അത് ഞാൻ പറയുന്ന സത്യമാണ് വിഷ്ണുവേട്ട. പ്ലീസ് വിഷ്ണുവേട്ട, എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ പറയുന്ന സത്യമാണ്. സത്യാമ്മ ദേഷ്യം കൊണ്ട് ഇങ്ങനെ നിന്ന് പൊളയുക. എടി മതിയടി നിന്റെ അഭിനയം. എന്നാലേ എൻ്റെ മകൻ ഇനി നിന്നെ വേണ്ട. എൻ്റെ മോൻ്റെ മനസ്സ് എനിക്ക് കാണാം. അവന് നിന്നെ വേണ്ട. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ വക്കീലിൻ്റെ ആയിരുന്ന പേപ്പറിൽ നീ ഒന്ന് ഒപ്പിട്ട് തരണം. ശാലിനി ചങ്ക് പൊട്ടി കരഞ്ഞോണ്ട് അലറി പറയുവാണ്, ഇല്ല, വിഷ്ണുവേട്ടനെ ഞാൻ ചതിച്ചിട്ടില്ല. എൻ്റെ മനസ്സുകൊണ്ട് പോലും ഞാൻ എൻ്റെ വിഷ്ണുവേട്ടനെ ചതിച്ചിട്ടില്ല. എൻ്റെ മരണം വരെ ഞാൻ എൻ്റെ വിഷ്ണുവേട്ടൻ്റെ ഭാര്യയായിരിക്കും. എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. ശാലിനി നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. എടി അതല്ലേ നിന്നോട് ഞാൻ പറയുന്നത്. എന്നാലേ നിന്റെ ആ ഭർത്താവിന് നിന്നെ വേണ്ട. നീ എന്തിനാ പിന്നെ ഇങ്ങനെ അവൻ്റെ പുറകെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? ഇനി എന്തെല്ലാം കള്ളത്തരം പറഞ്ഞാൽ നീ എൻ്റെ മോനെ വഞ്ചിക്കാൻ നോക്കുന്നത്? ഇനി നിന്റെ ഈ കള്ളത്തരത്തിലും ഈ കള്ള നാടകത്തിലൊന്നും എൻ്റെ മകൻ വീഴത്തില്ല. വക്കീൽ ഉടനെ കയറി പറയുക, മേഡം, ഇനി ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവും. ഇവർക്കാണെങ്കിൽ ഈ ബന്ധം തുടരാൻ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ ഇതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്? അത് കേട്ട് ശാലിനി ദേഷ്യത്തോടെയും സങ്കടത്തോടെയും പറയുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളെ വിവാഹം കഴിച്ചിട്ടുള്ളൂ, ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, അതെൻ്റെ വിഷ്ണുവേട്ടനെ മാത്രമാ എന്നും പറഞ്ഞ് ശാലിനി വിഷ്ണുവിൻ്റെ കയ്യെ കയറി അങ്ങ് പിടിക്കുവാണ്. എന്നിട്ട് വിഷ്ണുവിൻ്റെ കയ്യെ പിടിച്ചിട്ട് വിഷ്ണുവേട്ട വാ എന്നും പറഞ്ഞ് പിടിച്ച് ദൈവത്തിൻ്റെ മുന്നിലോട്ടങ്ങ് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവിടെ ഇരുന്ന കർപ്പൂരത്തട്ടിൽ നിന്നും ഒരു കർപ്പൂരമെടുത്ത് ശാലിനി അത് കത്തിച്ച് അവിടെ കൈവെള്ളയിൽ വെച്ചോണ്ട് കരഞ്ഞോണ്ട് പ്രാർത്ഥിച്ചോണ്ട് പറയുവാണ്, ഞാൻ എൻ്റെ വിഷ്ണുവേട്ടനെ ചതിച്ചിട്ടില്ല, ചതിക്കേയുമില്ല. ഇത് ഈശ്വരനാണ് സത്യം. ഇതൊക്കെ കേട്ട് വിഷ്ണുവിന് എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടത്തോടെയും പരവേശത്തോടെയും ഇങ്ങനെ നിൽക്കുവാണ്. ശാലിനിയുടെ കൈവെള്ളയിൽ കത്തിയെരിയുന്ന ആ കർപ്പൂരം വിഷ്ണുവിനത് തട്ടി താഴെയിടണമെന്നൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ ശാലിനിയുടെ പേരിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാത്തതുകൊണ്ട് അമ്മയുടെ മുന്നിൽ വെച്ച് ഒന്നും ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥയിൽ വിഷ്ണു ഇങ്ങനെ നിന്ന് വിഷമിക്കുവാണ്. ഇതൊക്കെ കാണുമ്പോൾ സത്യാമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടെ എന്തോ പന്തികേട് നടക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സത്യാമ്മ ഉടനെ, എടാ വിഷ്ണു വാടാ, ഇനി ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞ് വിഷ്ണുവിനെ വിളിക്കുകയാണ്. വിഷ്ണു ആണെങ്കിലോ കുറച്ചു നേരം ഇങ്ങനെ ശാലിനിയെ നോക്കി നിന്നിട്ട് അനുസരണയുള്ള ഒരു കുഞ്ഞാടിനെ പോലെ സത്യാമ്മയുടെ പുറകെ അങ്ങ് പോവുകയാണ്. വിഷ്ണു അങ്ങനെ പോകുന്നത് നോക്കി ശാലിനി കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ട് ആ എരിയുന്ന കർപ്പൂരം കൈവെള്ളയിൽ വെച്ചുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ഇതെല്ലാം സുസ്മിത അവിടെ നിന്നുകൊണ്ട് കണ്ട് അവൾ അങ്ങനെ ആസ്വദിക്കുകയാണ്. എന്നിട്ട് അവൾ പറയുക, ആഹാ, നായകനെ അമ്മ കൊണ്ടുപോയി. അങ്ങനെ നായിക വീണ്ടും തനിച്ചായി. അവൾ ആ സമയത്ത് ക്ഷേത്രത്തിൽ വന്നതുകൊണ്ട് അവളെ കൊണ്ട് ചെയ്യാൻ പറ്റിയത് നല്ല കാര്യമാണെന്ന് വിശ്വസിച്ച് അവളങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനിക്ക് ഇനി വിഷ്ണുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തെറ്റിദ്ധാരണകൾ മാറ്റാൻ കഴിയുമോ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.